ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ നിങ്ങളുടെ പരിസര പഠനം എന്ന സബ്ജക്റ്റാണ് കേട്ടോ. അതിൽ നമ്മുടെ സുരക്ഷിത ജീവിതം അഥവാ ലിവിങ് സേഫ്ലി എന്ന ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിലെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ മക്കളെ, നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിലെന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദി അതർ സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ഇൻ വിച്ച് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ? അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ മറ്റേതൊക്കെ സിറ്റുവേഷനിലാണ് അഥവാ സാഹചര്യത്തിലാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്നാണ് അല്ലേ. ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, എന്താണ്? ഫെയിൻറ്റിങ്, പിന്നെ ബേൺസ്, അതുപോലെ തന്നെ ചോക്കിങ് അല്ലേ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് മസ്റ്റാണ്, അത് നമ്മൾ കൊടുക്കണം അല്ലേ. അത് നമ്മൾ തല ചുറ്റി വീഴുക, അതുപോലെ തന്നെ പൊള്ളലേൽക്കുക, പിന്നെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക അല്ലേ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, അവരുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങും അല്ലേ. ആ സമയത്ത് നിങ്ങളുടെ അമ്മമാർ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആരെങ്കിലും എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ തട്ടുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ലേ. അതൊക്കെ എന്താണ്? ആ ഒരു ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, പിന്നെ ഇതുപോലെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ, എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ആളുകൾ എന്തായി പോകുന്നുണ്ട്? ബോധം മറ്റി വീഴുന്നുണ്ട് അല്ലേ. അതെന്താണ്? സഡൻ അറ്റാക്ക് വരുന്നതാണ് അല്ലേ. ആ സമയത്ത് മക്കൾ കണ്ടിട്ടുണ്ട് CPR കൊടുക്കുന്നത്, നമ്മുടെ ചെസ്റ്റിൽ 2 കൈയും കൂടി ചേർത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് മക്കൾ കണ്ടിട്ടില്ലേ. അതൊക്കെ എന്താണ്? ഫസ്റ്റ് എയ്ഡ് ആണ് അല്ലേ. ആ സമയത്ത് നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ആളുകൾക്ക് മരണം വരെ സംഭവിക്കുക അല്ലേ. നമ്മൾ CPR കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ സ്കൂളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, കിട്ടിയിട്ടുണ്ടായിരിക്കും. പുറത്തുനിന്ന് അതിന് ആ ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് കൂട്ടുകാർക്ക് ചിലപ്പോൾ ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ക്ലാസ്സുകളിലൂടെയൊക്കെ കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ഇനി നമുക്ക് ചെറിയൊരു നോട്ട് അവിടെ തന്നിട്ടുണ്ട്. എന്താണ് നോക്കൂ. If the care that is given during the time of emergency situation is not proper, it will cause more harm than good. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും നേരം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഏതൊക്കെ സാഹചര്യത്തിലാണ് അത് കൊടുക്കേണ്ടതും അത് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കാര്യമെല്ലാം മക്കളുടെ മനസ്സിൽ വെക്കുക. അതോടൊപ്പം ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് മക്കളെ? നോക്കിക്കേ, നമ്മൾ ഈ ഒരു അപകട സമയത്ത് നമ്മൾ ഉചിതമായിട്ടുള്ള പരിചരണമല്ല ആ രോഗിക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ എന്ത് ചെയ്യും മക്കളെ? ദോഷഫലമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിക്കേറി ചാടി കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യമാണോ? അല്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ധാരണയെങ്കിലുള്ള ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? അത്തരം ഒരു അപകടമൊക്കെ പറ്റി നമ്മുടെ കൺമുന്നിൽ കാണുകയാണെങ്കിൽ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടത്. അതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും മക്കളെ? ഗുണമാണോ ഉണ്ടാവുക? അല്ല അല്ലേ, അതിനേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി മൈൻഡിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗത്തോട്ട് പോകാമല്ലേ. നോക്കിക്കേ, പ്ലീസ് ഡു നോട്ട് ഡു അല്ലേ. മക്കൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മളൊക്കെ എപ്പോഴുള്ളൊരു ശീലമാണ് അല്ലേ. കണ്ണ് നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഇങ്ങനെ തിരുമ്പും അല്ലേ. കണ്ണിലൊരു കരടൊക്കെ പോയെന്ന് തോന്നിയാൽ നമ്മൾ കൈ വെച്ചിട്ട് അതെന്ത് ചെയ്യും? ഇങ്ങനെ റബ്ബ് ചെയ്യും അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. ഡോണ്ട് റബ്ബ് യുവർ ഐസ് ഇഫ് ഡസ്റ്റ് ഫാൾസ് ഇൻ ടു ദം അല്ലേ. കണ്ണിലേക്ക് പൊടി വീഴുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കണ്ണ് തിരുമാനായിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ വെള്ളം മറ്റോ ഉപയോഗിച്ചിട്ട് അത് കഴുകി കളയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യും? എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പോൾ പേപ്പറാണ് ചിലപ്പോൾ തിരിച്ച് ചെവിയിലിടും, പെൻസിൽ ചെവിയിലിടും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡു നോട്ട് ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ഇയർ അല്ലേ. നമ്മുടെ ചെവിക്കകത്തേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും യാതൊരു കാരണവശാലും ഇടാനായിട്ട് പാടില്ല. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ മക്കളെ. ഇഫ് യു ഹിറ്റ് യുവർ ഹെഡ് ആൻഡ് ഗെറ്റ് എ സ്വെല്ലിംഗ് ഡോണ്ട് റബ് ഇറ്റ് ഫോഴ്സ്ഫുള്ളി. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ തല ഇടിക്കാറുണ്ട് അല്ലേ. തല ഇടിച്ചിട്ട് എന്ത് വരാറുണ്ട്? അവിടെ മുഴ വരാറുണ്ട്. അപ്പോൾ തല ഇടിച്ച് മുഴച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ അമർത്തി തിരുമാനായിട്ട് പാടില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. നമ്മളെയൊക്കെ ഇപ്പം പിടിച്ചെടുത്തിട്ട് തലയൊക്കെ ഇടിച്ച് എവിടെയും മുഴക്കുകയാണെങ്കിൽ ചിലപ്പോൾ അറിയാത്ത ആളുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് നന്നായിട്ട് അത് റബ്ബ് ചെയ്ത് ഒഴിഞ്ഞൊഴിഞ്ഞ് അതൊരു വിധം ആക്കൂലേ. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു അപകടത്തിലൊക്കെ പെട്ട ആളുകൾക്ക്
അസ്ഥിയിലൊക്കെ പൊട്ടലുണ്ടാവുക അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് ചാടി കയറിയിട്ട് എടുത്ത് ഉയർത്താനായിട്ട് പാടില്ല അല്ലേ. ഇപ്പം മരത്തിൻ്റെ മുകളിലോ മറ്റോ വീണൊക്കെ ആളുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ അസ്ഥിക്ക് എന്ത് പറ്റിയിട്ടുണ്ടായിരിക്കും, ചിലപ്പം ചില പൊട്ടുകളോ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയാതെ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ച് പൊക്കാനൊന്നും പാടില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഡു നോട്ട് യൂസ് ടൂത്ത് പേസ്റ്റ്, ഹണി എക്സെട്ര ഓൺ ബേർഡ്സ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പൊള്ളലേൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് പേസ്റ്റ് എടുത്തിട്ട് അവിടെ തേക്കുക, അല്ലെങ്കിൽ തേൻ എടുത്തിട്ട് അവിടെ തേക്കുക അല്ലേ. പല ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും, ആ പേസ്റ്റ് തേച്ചാൽ അവിടെ പൊള്ളില്ല, തേൻ തേച്ചാൽ പൊള്ളില്ല എന്നൊക്കെ വീട്ടിൽ തന്നെയുള്ള മുതിർന്ന ആളുകളില്ലേ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കില്ലേ. പക്ഷെ അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. പൊള്ളലേറ്റ ഭാഗത്ത് നമ്മുടെ ടൂത്ത് പേസ്റ്റോ അതുപോലെ തേനോ തുടങ്ങിയിട്ടുള്ള യാതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ അടുത്തതാണ്, ചതവ് പറ്റിയാൽ ആ ഭാഗത്ത് ചൂടേൽപ്പിക്കുകയോ തിരുമുകയോ ചെയ്യരുത്. നമ്മളിപ്പോൾ വീണിട്ടൊരു സ്ഥലത്ത് വേദന ഉണ്ടെന്ന് പറയാൻ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും മക്കളെ, അവിടെ പിടിച്ച് ഉയ്യാണ് നമ്മൾ ചെയ്യുക അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അവിടെ എന്തെങ്കിലും ചതവോ കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ തിരുമാനായിട്ട് പാടില്ല. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം അല്ലേ. നോക്കിക്കേ, ഇഫ് സ്റ്റങ് ബൈ ഇൻസെക്ട് സച്ച് ആസ് ബീസ്, carefully remove the sting. Applying too much force on the part where it stung can cause the poison to get further into the body. Get to the hospital immediately as this can cause serious health issues. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, നമ്മൾ പലപ്പോഴും നമ്മൾ ചെറിയ എന്തെങ്കിലും ജീവികളൊക്കെ കടിക്കാറുണ്ട് അല്ലേ. ആ തേനീച്ച പോലുള്ള പ്രാണികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുത്താറുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു കുത്തേക്കാണെങ്കിൽ നമ്മൾ ശ്രദ്ധാപൂർവ്വം അതിൻ്റെ ആ ഒരു കൊമ്പില്ലേ, അതിന് നിങ്ങൾക്ക് കാണാം, അത് നമ്മളെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൊമ്പുണ്ടായിരിക്കും അല്ലെ, അതിൻ്റെ ഒരു മുള്ളുണ്ടായിരിക്കും. അത് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം, എടുത്ത് മാറ്റണം. കുത്തുകൊണ്ട ഭാഗത്ത് അമിത ബലം ഏൽപ്പിച്ചാൽ വിഷം എന്ത് ചെയ്യും, ഉള്ളിലേക്ക് ചെല്ലാനിടയുണ്ടാകും. ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ കുത്തുകൾ ഏൽക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം കേട്ടോ. ചിലപ്പോൾ ഒക്കെ തേനീച്ച ഒന്നൊന്നും കുത്തിയാൽ നമുക്കത് വലിയ പ്രശ്നമല്ല. പക്ഷേ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഭയങ്കര ചൊറിച്ചിലോ അതുപോലെ തന്നെ അവിടെ ചെറിയ വീക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ കുറേയൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ തേനീച്ച കുത്തിയ ഭാഗത്ത് അതിൻ്റെ ഒരു മുള്ളുണ്ടായിരിക്കും, അത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് വലിച്ചെടുക്കണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തത് പ്രകൃതിയുടെ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട്സ് ഓഫ് നേച്ചർ. കൂട്ടുകാർക്ക് അവിടെ കാണാം അല്ലേ, നമ്മുടെ ചുറ്റുപാടിലും കാണുന്ന ഒരുപാട് ജീവികൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ക്രീച്ചേഴ്സ് ക്യാൻ യു സീ ഇൻ ദി പിക്ചർ? വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് ക്രീച്ചേഴ്സ്? ഡു ദേ ആൾവേസ് കോസ് ഹാം ടു ഹസ്? എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? എന്താണ്, ഏതെല്ലാം ജീവികളെയാണ് ചിത്രത്തിൽ കാണുന്നത്? ഏതൊക്കെയാണ് മക്കളെ? നമ്മളിപ്പം പറഞ്ഞ തേനീച്ചയുണ്ട്, പാമ്പുണ്ട്, പിന്നെ നമ്മുടെ എട്ടുകാലി ഉണ്ട് അല്ലേ, നമ്മുടെ ചിലന്തി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പം എന്താണ് ഈ ജീവികളുടെയൊക്കെ സവിശേഷത? എപ്പോഴും ഇവ നമുക്ക് അപകടകാരികളാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആണോ മക്കളെ? നമ്മൾ പാമ്പ് അല്ലെങ്കിൽ എട്ടുകാലിയൊക്കെ കടിച്ചാൽ എന്താണ്, അതൊരു വിഷമാണ് അല്ലേ. നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ തൊലിക്ക് അത് ഉണ്ടാക്കും അല്ലേ. പാമ്പൊക്കെ കടിച്ച് വിഷമൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആവും. ഈ എട്ടുകാലി പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എപ്പോഴും അവ നമുക്ക് ഡേഞ്ചർ ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ആണോ മക്കളെ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് എപ്പോഴും അവയുടെ കടിയൊക്കെ കിട്ടാറുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ അവയുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവയിൽ നിന്ന് അപകടം നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ. ഇപ്പോൾ തേനീച്ച ആയിക്കോട്ടെ, നമ്മൾ വെറുതെ ഒന്ന് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വന്ന് കുത്തുവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് നമുക്കതിൽ നിന്ന് ആക്രമണം ഏൽക്കുന്നത് അല്ലേ. പാമ്പിൻ്റെ കാര്യമായാലും ഒക്കെ എന്താണ്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളടുത്ത് അവിടെ പറയുന്നുണ്ട്, നോക്കിക്കുക മക്കളെ, ദ പീപ്പിൾ ഗെറ്റ് ബിറ്റൺ ഓർ സ്റ്റങ് ബൈ ദം ഓൺ rare occasions. If bitten or stung, seek medical aid immediately. The most important thing is to take പ്രിക്യൂഷൻസ് ഫ്രം ഗെറ്റിംഗ് ബിറ്റൺ ഓർ സ്റ്റങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് മക്കളെ, നമുക്ക് അപൂർവം സന്ദർഭങ്ങളിലാണ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ജീവികളുടെയൊക്കെ കടി ഏൽക്കാറുള്ളത്. അപ്പോൾ കടിയേറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വൈദ്യസഹായം തേടണം അല്ലേ. ഇപ്പോൾ പാമ്പ് കടിയൊക്കെ ഏറ്റാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കടി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുകയാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. കടി ഏറ്റതിന് ശേഷം പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും അതുപോലെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടും അതിനോടൊന്നും കാര്യമില്ല. നമ്മളത് കടി ഏൽക്കാതിരിക്കാൻ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് നടത്തേണ്ടത് കേട്ടോ. എന്നിട്ട് കൂട്ടുകാർക്ക് അവിടെ ചോദ്യമുണ്ട്, ഈ ജീവികൾ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്.
എന്താ മക്കളെ, ഈ ജീവികൾ നമ്മുടെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? നോക്കിക്കേ, all living things on this earth are interconnected. Of the earth, these organisms play a major role in maintaining balance. Besides man, birds and animals are necessary for the existence of this earth. These creatures play a major role in controlling unbalanced increase of many other organisms. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ ജീവികളും എങ്ങനെയാണ് ഇരിക്കുന്നത്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ ജീവികൾക്കും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ? മനുഷ്യന് പുറമെ പക്ഷികളും ജന്തുജാലങ്ങളും എല്ലാം ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. പല ജീവജാലങ്ങളുടെ എണ്ണത്തിലും പെരുകാതെ നിയന്ത്രിച്ചു നിർത്തുന്നത് ഇതുപോലുള്ള ജീവികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ മക്കളെ, അവർ നമ്മുടെ നമ്മുടെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ ഇത്തരത്തിലുള്ള ക്രീച്ചേഴ്സ്? തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? കാര്യം എന്താണ്? നമ്മളെ ഭൂമിയിലുള്ള എല്ലാ ജീവികളും അല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്ലോ ചാർട്ടൊക്കെ പഠിച്ചിട്ടില്ലേ? പുല്ല് പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ മറ്റൊരാൾ തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ? അതെന്താണ്? ജീവികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അല്ലേ മക്കളെ? അപ്പം ഈ ഒരു ക്രിയേച്ചേഴ്സും നമ്മുടെ പരിസ്ഥിതിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നോക്കിക്കേ, നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം അല്ലേ? എന്താണ്? ലെറ്റ്സ് ആസ്ക് ദി ഡോക്ടർ അല്ലേ? അതായത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്കിനി അവിടെ ഉള്ളത് അല്ലേ? ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള ഭാഗം. നോക്കിക്കേ മക്കളെ, അവിടെ കൂട്ടുകാർക്ക് ഒരു പ്രവർത്തനമാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യും കേട്ടോ. എന്താണ്? ലിസൺ ടു ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദി ഡോക്ടർ ഫ്രം ദി പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഓൺ ചിൽഡ്രൻസ് സേഫ്റ്റി. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ കുട്ടികളെല്ലാവരും വളരെ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, ഡോണ്ട് ആക്സെപ്റ്റ് ഗിഫ്റ്റ് ഓർ സ്വീറ്റ്സ് ഫ്രം സ്ട്രേഞ്ചേഴ്സ് അല്ലേ? അതായത് നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ സ്വീറ്റ്സോ കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ അതെന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അല്ലേ? നമ്മൾ പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ വിളിച്ച് നിർത്തുക അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറയുക, നമ്മളോട് സംസാരിക്കാനൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? വേഗം നമ്മൾ അവിടെ നിന്ന് വിട്ട് മാറി പോവുക അല്ലേ? കഴിവതും ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? നടന്നു വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഒറ്റയ്ക്കൊന്നും നടന്നു വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പം കഴിയുന്നതും അറിയാത്ത ആളുകൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം അവരിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ ആളുകളുള്ള സ്ഥലത്തേക്കൊക്കെ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഡോണ്ട് അലോ എനിവൺ ടു ടച്ച് യു ഇൻ എ വേ ദാറ്റ് യു ഡോണ്ട് ലൈക്ക്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒരാളെ, അതായത് നമുക്ക് പരിചയമുള്ളതോ പരിചയമില്ലാത്തയോ അങ്ങനെ ആരായാലും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ ടച്ച് ചെയ്യാനായിട്ട്, അതായത് സ്പർശിക്കാനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിന് അനുവദിക്കരുത്. അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽ വീട്ടിലുള്ള ആളുകളായിക്കോട്ടെ അല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആളുകളായാലും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലേ, മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഗുഡ് ടച്ച് ബാഡ് ടച്ച് കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയണ്ടായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു രീതിയിലാണ് ആ ഒരു ടച്ച് എങ്കിൽ എന്ത് ചെയ്യുക? അതിന് നിങ്ങൾ സമ്മതിക്കാതിരിക്കുക. ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ഇതുണ്ടായാൽ മക്കൾ എന്ത് ചെയ്യുക? അവരോട് പറയുക ഇനി അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? വാൺ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കുക മക്കളെ, യു ഷുഡ് സ്ട്രോങ്ലി സേ നോ ഓർ ഡോണ്ട് ഇൻ സിറ്റുവേഷൻസ് വേർ ഇറ്റ് ഈസ് നെസസറി. എന്താണ് മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അരുത്, പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങൾ കർശനമായി അങ്ങനെ തന്നെ പറയണം അല്ലേ? നമുക്ക് ചിലപ്പോൾ നമ്മളോട് പല ആളുകളും പല കാര്യങ്ങളൊക്കെ പറയൂലേ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? അത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു തോന്നലുണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അവർ പറയുന്ന സമയത്ത് നമ്മളത് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു പേടി കൊണ്ടോ മറ്റോ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ചെയ്യില്ല. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് ചിലപ്പോൾ നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർശനമായിട്ട് എന്ത് ചെയ്യണം? നോ അല്ലേ, അല്ലെങ്കിൽ ഡോൺ അല്ലേ, ഇല്ല പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പറയണം. അതുപോലെ തന്നെ അടുത്ത ഭാഗം നോക്കിക്കേ, യു ഷുഡ് മേക്ക് യുവർ objections clear if someone touch your body parts in a way that is uncomfortable to you. You should also talk frankly about this to your parents or teachers.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ മക്കളെ. അതായത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്ത് ചെയ്യണം, നിങ്ങൾ എതിർപ്പ് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയുക. ഇനി രക്ഷിതാക്കളോട് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങളുടെ ടീച്ചറെ അടുത്ത് എന്ത് ചെയ്യണം, ആ കാര്യം തുറന്ന് പറയുകയും വേണം. അത് മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ എന്ത് ചെയ്യുക, ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് അതിനെതിരെ റിയാക്ട് ചെയ്യുകയും വേണം. അതോടൊപ്പം എന്ത് ചെയ്യുക, അത് മുതിർന്ന ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് ആരാണോ, അത് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് അതെന്ത് ചെയ്യുക, ഓപ്പണായിട്ട് മക്കൾ പറയുക കേട്ടോ. അത് മക്കൾ എന്തായാലും ആ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി അവിടെ നിങ്ങളത് ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിക്കുന്നതാണോ, അത് ചർച്ച ചെയ്യുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൂട്ടുകാരും തമ്മിലൊന്ന് അവിടേക്കും ഇവിടേക്കൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് എന്നുള്ളത് നിങ്ങൾ തമ്മിലൊന്ന് ഷെയർ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മക്കൾ നോക്കി വെക്കുക. അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുക. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് മിസ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ മക്കളെ. അപ്പം ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ നമ്മുടെ ലിവിങ് സേഫ്ലി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നന്നായിട്ട് നോക്കുക. എക്സാമിന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് മന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ബാക്കി പോർഷൻസൊക്കെ നമുക്ക് ഏകദേശം നോക്കണം. എന്നിട്ട് നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. കൂട്ടുകാർക്ക് അതിന് കൃത്യമായിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആപ്പിലായിരിക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഫെബ്രുവരി 1st വീക്കിൽ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ മക്കളെ. അപ്പോൾ നിങ്ങളുടെ മറ്റേതെങ്കിലും കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിലോട്ട്, എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ്സിലോട്ട് മാത്രമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ നമ്പർ മക്കൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മിസ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക കേട്ടോ. 8589823710 ഈ ഒരു നമ്പർ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.